ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ശരീരം പൂർണ്ണമായി മാറ്റിമറിക്കാനാവുന്ന എളുപ്പവും ഫലപ്രദവുമായ വ്യായാമങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? നിങ്ങൾ ഒറ്റക്കല്ല, പലരും കടുത്ത വ്യായാമത്തിൽ മണിക്കൂറുകൾ ചെലവഴിക്കാറുണ്ട്, എന്നാൽ ഫലങ്ങൾ കുറവാണ്. പഠനങ്ങളും ഫിറ്റ്നസ് വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഇതാണ് പറയുന്നത്. പ്രധാനമായും അടിസ്ഥാന വ്യായാമങ്ങളിലാണ് ശരീരത്തിന്റെ ശക്തിയും നിലനിൽപ്പും വേഗത്തിൽ മെച്ചപ്പെടുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യാതൊരു ഉപകരണവും വേണ്ടാതെ വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന 5 മികച്ച വ്യായാമങ്ങൾ ഞങ്ങൾ കാണിക്കും. ഇത് നിങ്ങളുടെ മസിലുകൾ വളർത്താനും ബാലൻസ് മെച്ചപ്പെടുത്താനും മെറ്റബോളിസം വേഗത്തിലാക്കാനും സഹായിക്കും. ഇനി മുതൽ നിങ്ങളുടെ ഫിറ്റ്നസ് യാത്ര എളുപ്പവും ഫലപ്രദവുമായതാക്കി മാറ്റാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ വ്യായാമം പ്ലാങ്ക് ആണ്. എളുപ്പമായി തോന്നുന്നെങ്കിലും അതിസാധാരണമായ ഒന്നല്ല. ഈ വ്യായാമം നിങ്ങളുടെ അബ്ഡോമിനൽ മസിലുകൾ, പിറകുവശം, തോളുകൾ, ഹിപ്പ് മസ്കിളുകൾ എന്നിവയെ ഒരേ സമയം സജീവമാക്കുന്നു. പ്രതിദിനം പ്ലാങ്ക് ചെയ്താൽ ശരീരഭംഗി മെച്ചപ്പെടുന്നു, പുറകുവേദന കുറയുന്നു, കൂടാതെ ശരീരത്തിൽ മുഴുവൻ ക്ഷമശക്തി വളരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം, ഒരു ഉപകരണവും വേണ്ട, ഒരു സമതലമായ ഇടവും കുറച്ച് നിമിഷവും മതിയാവും. പുതുതായി ചെയ്യുന്നവർ 20 മുതൽ 30 സെക്കൻഡ് വരെ ആരംഭിച്ച് കഴിവ് കൂടുമ്പോൾ സമയം കൂട്ടിക്കൊണ്ടുപോകാം. ശരീരം നേരായ നിലയിൽ വയ്ക്കുക, മുട്ടുകൾ നേരിയത്രം പൊങ്ങി, തോളിന് കീഴിൽ കൈകൾ ഉറപ്പിച്ച് കോർ സജീവമാക്കുക. ഈ ഒരേ ഒരു വ്യായാമത്തിൽ സ്ഥിരത പുലർത്തിയാൽ 4 ആഴ്ചക്കുള്ളിൽ വലിയ മാറ്റം കാണാൻ കഴിയും. നമ്മുടെ രണ്ടാം വ്യായാമമാണ് പുഷപ്പ്. തലമുറകൾ ആയി വിശ്വസിച്ചുവരുന്ന ഏകദേശം പൂർണ്ണമായും ശരീരഭാരം അടിസ്ഥാനമായ വ്യായാമം. ഒറ്റനോട്ടത്തിൽ എളുപ്പം തോന്നാമെങ്കിലും പുഷപ്പുകൾ നിങ്ങളുടെ ചെസ്റ്റ്, തോളുകൾ, ട്രൈസെപ്സ് കൂടാതെ കോർ മസിലുകൾ വരെ സജീവമാക്കുന്നു. ശരിയായി ചെയ്താൽ ഇത് ശരീരശക്തി വർദ്ധിപ്പിക്കാനും ശരീരഭംഗി മെച്ചപ്പെടുത്താനും സ്റ്റാമിന വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? ജിം വേണ്ട, ഉപകരണങ്ങൾ വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയായാലും ചെയ്യാം. നിലത്ത്, മാടത്തിൽ, അല്ലെങ്കിൽ തുടക്കം ചെയ്യുമ്പോൾ കിടക്കയിൽ. തുടങ്ങുന്നവർക്കായി നീ പുഷപ്പ് എന്ന് പറയുന്ന കാൽമുട്ടുകുത്തിയ പുഷപ്പുകൾ ഉത്തമമാണ്. ശേഷി കൂട്ടിയതോടെ ശരീരം നേരിയതായുള്ള പൂർണ്ണ പുഷപ്പിലേക്ക് മാറാം. ഫോമിൽ ശ്രദ്ധ കൊടുക്കുക. കൈകൾ തോളിന്റെ വീതി, കുറച്ചുരുണ്ട നിലയിൽ, കാൽ സജ്ജമായി, നെഞ്ച് നിലത്തിനടുത്തേക്ക് താഴ്ത്തുക. ദിവസേന 3 സെറ്റ്, ഓരോ സെറ്റിലും 8 മുതൽ 12 ആവർത്തനം മാത്രം. ഇത്രയും കൊണ്ടുതന്നെ 4 ആഴ്ചക്കുള്ളിൽ ഫലങ്ങൾ കാണാം. ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും രക്തസഞ്ചാരം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഒറ്റനോട്ടത്തിൽ എളുപ്പമായി തോന്നിയാലും ഇത് നിങ്ങളുമായി ഒരുപോലെ വളരുന്ന ഒരു മാജിക്ക് കയ്യടിയാണ്. അടുത്തത് നമ്മുടെ കാലുകൾക്കായി ഏറ്റവും പ്രാധാന്യമുള്ളതും ഫലപ്രദവുമായ ഒരു വ്യായാമം, സ്ക്വാട്സ്. സ്ക്വാട്സ് നമുക്ക് എളുപ്പമായി തോന്നാം, പക്ഷേ അത് കാലുകൾ, ഹിപ്സ്, കോർ എന്നിവയ്ക്ക് ശക്തി നൽകുന്നതിൽ അത്യന്തം പ്രധാനം ഉള്ളതാണ്. ഇത് ബാലൻസ് മെച്ചപ്പെടുത്തുകയും ചലനക്ഷമത വർദ്ധിപ്പിക്കുകയും മറ്റു പല വ്യായാമങ്ങളെക്കാളും വേഗത്തിൽ കലോറി ചുട്ടുകൊള്ളുകയും ചെയ്യുന്നു. സ്ക്വാട്സ് പതിവായി ചെയ്താൽ ശരീരഭംഗിയും കൈകൾ നീട്ടാവുന്ന ശേഷിയും താഴത്തെ ഭാഗത്തെ ശക്തിയും മെച്ചപ്പെടും. നടക്കൽ, പടവുകൾ കയറൽ തുടങ്ങിയ സാധാരണ പ്രവർത്തനങ്ങൾക്ക് പോലും ഇത് സഹായിക്കും. ശരിയായ ഫോമിനായി കാലുകൾ തോളിന്റെ വീതിയിൽ വെക്കുക, പിറകുഭാഗം നേരെയിരിക്കുക, ചെസ്റ്റ് ഉയർത്തി നിലനിർത്തുക. നമുക്ക് കസേരയിൽ ഇരിക്കാനാവുന്ന പോലെ പിറകോട്ടേക്ക് കുറുകെ താഴെയിറങ്ങുക. കഴിവുള്ളതോളം താഴെ പോയി കാൽപാദങ്ങൾ ഉപയോഗിച്ച് തിരിച്ചുവരിക. ആരംഭിക്കുന്നവർക്ക് ബോഡി വെയ്റ്റ് സ്ക്വാട്സുമായി തുടങ്ങാം. ശേഷി കൂടിയാൽ വാൾ സ്ക്വാട്സ് ചെയ്യുകയോ ചെറിയ ഭാരം ചേർക്കുകയോ ചെയ്യാം. ഉദാഹരണത്തിന് വെള്ളം നിറച്ച ബോട്ടിലുകൾ. ദിവസേന 15 മുതൽ 20 സ്ക്വാട്സ് വരെ ചെയ്താൽ 4 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസം അനുഭവപ്പെടും. കാലുകൾ ടോൺ ചെയ്യാനും കൊഴുപ്പ് കുറയ്ക്കാനും ഒരു ശക്തമായ അടിസ്ഥാനം നിർമ്മിക്കാനും ഇത് വലിയ സഹായമാണ്. ഇനി നമുക്ക് കുറച്ച് അവഗണിക്കപ്പെടുന്നെങ്കിലും അത്യന്തം ഫലപ്രദമായ ഒരു വ്യായാമത്തെക്കുറിച്ച് സംസാരിക്കാം, ബെയർ ഡോഗ്. ഈ വ്യായാമം വളരെ ലളിതമെന്ന് തോന്നിയേക്കാം, പക്ഷേ ഇത് കോർ ശക്തി, ബാലൻസ്, സ്റ്റെബിലിറ്റി കൂടാതെ ശരീരഭംഗി മെച്ചപ്പെടുത്തുന്നതിന് ഒക്കെ അത്യന്തര പ്രാധാന്യമുള്ളതാണ്. ഇത് ഒരേ സമയം നിങ്ങളുടെ ആബ്സ്, തോളുകൾ, തൊണ്ടകൾ എന്നിവയെ സജീവമാക്കുന്നു. ദിവസം മുഴുവൻ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കായി ഇത് അത്യന്തം അനുയോജ്യമാണ്, കാരണം ഇത് പിറകുവശം കരുത്തുറ്റതാക്കുന്നു, കിമ്മിനുള്ളിൽ ഉള്ള ആന്തരിക മസിലുകൾ ശക്തിപ്പെടുത്തുന്നു, പുറകുവേദന കുറയ്ക്കുന്നു. ശരിയായി ചെയ്യാൻ നിങ്ങളുടെ കൈയും കാൽപാദങ്ങളും നിലത്ത് വച്ചു ടേബിൾ ടോപ്പ് പൊസിഷനിൽ തുടങ്ങുക. ഒരേ സമയം ഒരു കൈ മുന്നോട്ടും എതിർകാൽ പിറകോട്ടും നീട്ടുക. കോർ പകുതിയെ കർശനമായി പിടിച്ചു നിർത്തുക. ശരീരത്തിൽ സ്ഥിരത നിലനിർത്തുക. വളരെ വേഗത്തിൽ ചെയ്യേണ്ടതില്ല. ഓരോ ആവർത്തനവും ആലസ്യവുമില്ലാതെ നിയന്ത്രണത്തോടെ ചെയ്യണം. എളുപ്പമെന്ന് തോന്നാമെങ്കിലും
അത് ശരീരത്തിൽ നല്ല എളുപ്പത്തിൽ കുത്തിവെക്കും. ഓരോ ദിശയിലും ദിവസേന 10 മുതൽ 12 ആവർത്തനങ്ങളായി 2 മുതൽ 3 സെറ്റ് വരെ ചെയ്താൽ ബാലൻസ് മെച്ചപ്പെടുകയും ശരീരത്ത് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കേന്ദ്രീകൃതമായ ശക്തി വളരുകയും ചെയ്യും. ലളിതം, നിശബ്ദം, പക്ഷേ അതിമാന്യമായി ഫലപ്രദം ബേർഡ് ഡോഗ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യായാമമായി മാറാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ വ്യായാമത്തെ പറ്റി സംസാരിക്കാം. വളരെ ലളിതമായതെങ്കിലും അത്യന്തം ഫലപ്രദമായ ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഇത് പ്രധാനമായും തൊണ്ടകൾ അഥവാ ഗ്ലൂട്ട്സിനെ ലക്ഷ്യമിടുന്നു, പക്ഷേ അതിനൊപ്പം ഹാംസ്ട്രിംഗുകൾ, കിമ്മ് അഥവാ ഹെപ്സ്, കോർ മസിലുകൾ എന്നിവയെയും സജീവമാക്കുന്നു. വളരെ കാലം ഇരുന്ന് ജോലിയുള്ളവർക്കിത് അത്യന്തം ഫലപ്രദമാണ്, കാരണം സാധാരണ ഉപയോഗിക്കാത്ത ചില ഭാഗങ്ങൾ ഇതിലൂടെ സജീവമാകും. ഗ്ലൂട്ട് ബ്രിഡ്ജ് ശരീരഭംഗി മെച്ചപ്പെടുത്തുന്നു, കിമ്മ് അഥവാ ഹിപ്സ് വേദന കുറയ്ക്കുന്നു, കൂടാതെ ഹിപ്പുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. നടക്കലിലും ഓട്ടത്തിലുമൊക്കെ സഹായകമാണ്. ചെയ്യുന്നതിനായി പിറകോട്ടു കിടന്നു, കാൽമുട്ടുകൾ മടക്കി, കാൽപാദങ്ങൾ നിലത്തുവച്ച് തുടികൾ കിടത്തുക. കൈകൾ ശരീരത്തിന്റെ ഇരുഭാഗത്തും നിവർത്തി വയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ തൊണ്ടകൾ പൊന്തിച്ചുകൊണ്ട് ഹിപ്പുകൾ ഉയർത്തുക. കുറച്ചു സമയം മുകളിൽ പിടിച്ചു നിർത്തുക, പിന്നെ വീണ്ടും പതിയെ താഴെ ഇറക്കുക. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഹിപ്പ് ഉപയോഗിച്ച് പൊങ്ങുക. താഴെയുള്ള ഹിപ്പ് ബാക്ക് മുഴുവൻ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദിവസേന 2 മുതൽ 3 സെറ്റുകൾ വരെ, ഓരോ സെറ്റിലും 15 ആവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. കുറച്ചു ദിവസത്തിനകം തന്നെ കോർ ബലവും ശരീരഭംഗിയും ഹിപ്പ് ശക്തിയും മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. തറയിൽ ചെയ്യാവുന്ന ഒരു ലളിതമായ വ്യായാമം തന്നെയാണ് ഇത്, പക്ഷേ സ്ഥിരമായി ചെയ്താൽ അതിന്റെ ഫലങ്ങൾ അതീവ ശക്തമായിരിക്കും. ഇങ്ങനെ 4 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ശരീരം മാറ്റിമറിക്കാനാവുന്ന 5 ശക്തമായ വ്യായാമങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഓർക്കൂ, സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി തന്നെയാണ് വിജയത്തിന്റെ രഹസ്യം. വില കൂടിയ ഉപകരണങ്ങളോ ജിം മെമ്പർഷിപ്പോ വേണ്ട, ദിവസേന കുറച്ചു സമയമെങ്കിലും സമർപ്പിച്ചാൽ മതി. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ മലയാളി ഹെൽത്ത് കെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമന്റിൽ എഴുതൂ, ഈ 5 വ്യായാമങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത്, അല്ലെങ്കിൽ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് ഏത്. ഇനി ഒടുക്കം വരെ കണ്ടതിനും നന്ദി. ആരോഗ്യമായും ആക്റ്റീവായും തുടരൂ. ഞാൻ വീണ്ടും കാണാമെന്നു പ്രതീക്ഷിക്കുന്നു.